വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ യുവതിയെ ഫോണിൽ വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. യുവതിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പിന്നെ മോൾക്ക് എന്തെങ്കിലും ഇപ്പോ ശരീരത്തിനുള്ള അസ്വസ്ഥതകൾ സംബന്ധിച്ച് അതുപോലെ ശരീരത്തിനൊരു പൂർണ്ണമായൊരു ചെക്കപ്പ് നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞ് ഏർപ്പെടുത്തി. അപ്പൊ എല്ലാ ഗൈനക്കോളജി മാത്രമല്ല എല്ലാ ഡോക്ടേഴ്സും ഒന്ന് കണ്ട് എന്ത് പരിശോധനകൾ നടത്തി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കും. മോൾ വിഷമിക്കേണ്ട, ഇത് നമുക്ക് എന്തായാലും അവർ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി ആവശ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ചികിത്സാ തരമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം അവർ ചെയ്യും കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി മറ്റ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോള് കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കണം, മനസ്സ് വിഷമിപ്പിക്കരുത്. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ കൂടെ കേട്ടോ. പ്രതീക്ഷ പകരുന്ന വാക്കുകളാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് യുവതിയും കുടുംബാംഗങ്ങളും പ്രതികരിച്ചു. വിളിച്ചിട്ട് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് വന്നത് നമ്മൾ ഫുൾ ബോഡി മോളെ ചെക്കപ്പ് ചെയ്യുക, മോളുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി, അവർ വീട്ടിൽ വന്നിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. കാരണം നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് മോള് വിഷമിക്കേണ്ട, വിളിച്ചതിന് നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസമുണ്ട്. മിനിസ്റ്റർ വിളിച്ചതിന് ഉണ്ടായ സംഭവങ്ങൾ ഞാൻ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വിഷമമുണ്ട്, കാര്യം മോളുടെ ഇത് നമുക്ക് മനസ്സിലായി, മോള് വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നും അവർ പറയുകയും ചെയ്തു മിനിസ്റ്റർ. ഇപ്പം നല്ല ആശ്വാസമുണ്ട്. മിനിസ്റ്റർ വിളിച്ചപ്പോൾ നമുക്ക് കുറേയെങ്കിലും ആശ്വാസമുണ്ട്, നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള അവർ പറയുകയും ചെയ്തപ്പോൾ നീതി കിട്ടുമെന്നുള്ളൊരു ഉറപ്പും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നടപടി ഇന്ന് ഉണ്ടാവും എന്ന് പറയുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വേറൊരാൾക്ക് വരരുത്, അത് തന്നെ നമ്മൾ പറയുന്നു മന്ത്രിയുടെ അടുത്ത്. സംസാരിച്ചപ്പോൾ നമുക്ക് വേണ്ട ചികിത്സ ചെയ്തു തരാമെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. പിന്നെ വിദഗ്ധ ഡോക്ടേഴ്സിനെ നാളെ ആകുമ്പോഴേക്കും വിടും. അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. നമുക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്. കാരണം നമുക്ക് നീതി ലഭിക്കുന്നൊരു ഉറപ്പുണ്ട്. ഇപ്പം നമ്മളെ വിളിച്ച് നേരിട്ട് സംസാരിച്ചപ്പോൾ നമുക്കതിനോട് നല്ല ഒരു ഇതുണ്ട്. വിളിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നു. കാരണം അങ്ങനെ ഒരു ദുരവസ്ഥയാണല്ലോ സംഭവിച്ചത്. കാരണം അങ്ങനെ ആർക്ക് സംഭവിക്കരുതല്ലോ. അതുകൊണ്ട് വിളിച്ചു, അതിലതിയായ സന്തോഷമുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത വാർത്തയുടെ ചേരുന്നു. സുർജിത്ത്, ഈ പറയുന്ന എന്താണ് പ്രസവശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുന്നിക്കെട്ട് കണ്ടെത്തിയ വാർത്ത നമ്മളാണ് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് 24 ഇമ്പാക്ട് എന്ന് കൃത്യമായി തന്നെ പറയാം. ഇടപെടൽ ഉണ്ടായാൽ സന്തോഷം സുർജിത്ത്. തീർച്ചയായും ഹാഷ്മി, കാരണം അത് വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടൊരു സംഭവമാണ്. ഒരുപക്ഷെ കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവം. കാരണം 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം ശരീരത്തിൽ നിന്ന് പ്രസവശേഷം പുറത്തു വരുന്നു എന്നുള്ളത് അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. 24 ആണ് SKN പ്രൈം ടൈമിൽ ഈ വാർത്ത നൽകുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ വലിയ പ്രതിഷേധത്തിന് മാനന്തവാടി ആശുപത്രി പരിസരം സാക്ഷ്യം വഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. തുടർ വെളിപ്പെടുത്തലുകളുണ്ടായി, പ്രതികരണങ്ങളുണ്ടായി. എന്തായാലും അതിൻ്റെ എല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ ഗൗരവപൂർവ്വം നടക്കുകയാണ്. ഇന്നലെ DMO തലത്തിൽ അന്വേഷണം നടത്തി DHSന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇനി തുടരന്വേഷണം ഉണ്ട്. അതിൻ്റെ ഭാഗമായാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഗൈനക്കോളജി വിഭാഗത്തിലെ തന്നെ വിദഗ്ധ സംഘം ഇവിടേക്ക് ഇന്നോ നാളെയോ എത്തുമെന്നുള്ളതാണ് വിവരം. കോഴിക്കോട് നിന്നുള്ള പ്രത്യേക സംഘത്തിന് ഇതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി നൽകുന്ന ഉറപ്പ്. യുവതിയെ മന്ത്രി നേരിട്ട് വിളിച്ചു, വിശദമായി സംസാരിച്ചു, കാര്യങ്ങളെല്ലാം തന്നെ ആരാഞ്ഞു, അവരുടെ വിഷമം കേട്ടു, പരാതികൾ കേട്ടു, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. യുവതിയുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് അവർ കുടുംബാംഗങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനുശേഷം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണ പരിശോധന, ആരോഗ്യ പരിശോധന ഉണ്ടാകും. അത് നാളെ ഈ വീട്ടുകാരുടെ കൂടി സമ്മതപ്രകാരം നാളെ നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട് തുടരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ പുറത്തുവന്ന തുണി അടക്കം ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ശ്രമമുണ്ട്. ഇതിനുശേഷം അതിൽ വീഴ്ച വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഉടൻ നടപടി എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. വേറെ പ്രതീക്ഷയാണ് ഈ പെൺകുട്ടി ഒപ്പം തന്നെ ഈ കുടുംബവും പങ്കുവയ്ക്കുന്നത്. 21 വയസ്സാണ് പെൺകുട്ടിയുടെ പ്രായം. എന്തായാലും അസാധാരണമായ ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലിലേക്ക് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മന്ത്രി തന്നെ നേരിട്ട് ഇവരെ വിളിച്ചു, ഇടപെട്ടു, സംസാരിച്ചു. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇതിനുശേഷം DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ കണ്ടിരുന്നു. വിശദമായ രീതിയിൽ തന്നെ DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം സംസാരിച്ചു. ഡോക്ടർ ആൻസി മേരി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിലെത്തി പെൺകുട്ടിയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും
മാധ്യമങ്ങളുമായി വിശദമായി സംസാരിച്ചത്. ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കടക്കാണെന്നാണ് ഡിഎംഒയുടെ ഭാഗത്ത് റിപ്പോർട്ടിൽ സുർജിത്ത് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും മന്ത്രി വിളിച്ചത് ആശ്വസിച്ച് സ്വാഗതാർഹമാണ്, നല്ല ഇടപെടലാണ്. പക്ഷേ ആ ഇടപെടൽ പൂർണ്ണാർത്ഥത്തിൽ സാധ്യമാകണം. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ നേരത്തെ ബ്രേക്ക് ചെയ്ത അല്ലെങ്കിൽ ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന വയറ്റിൽ കത്രിക കുടുങ്ങി അങ്ങേയറ്റം നരകയാതന അനുഭവിക്കേണ്ട ഒരു യുവതിയുണ്ട്, ഹർഷന എന്നാണ് പേര്. അവരെ മന്ത്രി വിളിച്ചതാണ്, ഇടപെടുമെന്നൊക്കെ പറഞ്ഞാണ്. ഇടപെടൽ ഉണ്ടായില്ല. വീണ്ടും തെരുവിലേക്ക് സമരരംഗത്തേക്ക് മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിന് മുന്നിൽ സമരമിരിക്കാൻ പോവുകയാണ്. ഒരു ആയുഷ്കാലത്തിന് വേദന ഒത്തനുഭവിച്ച ഹർഷന. അതുപോലെ ആവാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.